അമേരിക്കയെ ഞെട്ടിച്ച ഇറാന്റെ വമ്പൻ ആക്രമണം. നടുങ്ങി അമേരിക്കയും ട്രംപും. തകർന്നു വീണ തങ്ങളുടെ യുദ്ധവിമാനത്തിലെ പൈലറ്റിനെ രക്ഷിക്കാൻ അമേരിക്ക നടത്തിയ സൈനിക നീക്കത്തിനിടെ 5 പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ. അമേരിക്കയുടെ ഒരു വിമാനവും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ തകർത്തെന്നും 5 പേർ കൊല്ലപ്പെട്ടെന്നും ഇറാൻ അറിയിച്ചു. ഇസ്ഫഹാന്റെ തെക്കുഭാഗത്ത് വെച്ച് അമേരിക്കയുടെ C-130 മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനവും 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും വെടിവെച്ചിട്ടുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഒരു ഇസ്രായേലി ഡ്രോൺ തകർത്തതായും റിപ്പോർട്ടുണ്ട്. US രക്ഷാദൗത്യം പരാജയപ്പെട്ടെന്നും C-130 വിമാനം കത്തിയമരുന്നതിന്റെ ദൃശ്യങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ഇറാൻ സൈനിക കമാൻഡ് അറിയിച്ചു. എന്നാൽ ഇറാൻ വെടിവെച്ചിട്ട F-15 യുദ്ധവിമാനത്തിൽ നിന്നിറങ്ങിയ പൈലറ്റിനെ അതിസാഹസികമായ നീക്കത്തിലൂടെ തങ്ങൾ രക്ഷപ്പെടുത്തിയെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ധീരമായ രക്ഷാദൗത്യങ്ങളിൽ ഒന്നാണ് ഇതെന്നും പരിക്കേറ്റ പൈലറ്റ് സുരക്ഷിതനാണെന്നും ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇറാൻ അമേരിക്കയുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റുമാരിൽ ഒരാളെ അന്നു തന്നെ അമേരിക്ക രക്ഷപ്പെടുത്തിയിരുന്നു. രണ്ടാമത്തെ പൈലറ്റിനായുള്ള തിരച്ചിൽ തുടരുകയാണെന്നും അറിയിച്ചിരുന്നു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാനെ നരകതുല്യമാക്കുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. അമേരിക്കയുമായി ഉടൻ ഒരു കരാറിൽ ഒപ്പുവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു കരാർ ഉണ്ടാക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനുമാണ് ഞാൻ ഇറാന് 10 ദിവസം അനുവദിച്ചത്. സമയം അതിക്രമിച്ചിരിക്കുന്നു. 48 മണിക്കൂറാണ് ശേഷിക്കുന്നത്. ഇറാനെ നഗരതുല്യമാക്കേണ്ടി വരും, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആണവ നിലയം, പെട്രോ കെമിക്കൽ ഹബ്ബ്, ട്രേഡ് ടെർമിനൽ, സിമന്റ് ഫാക്ടറി എന്നിവയെ ലക്ഷ്യമിട്ട് US-ഇസ്രായേൽ ആക്രമണങ്ങൾ നടന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയ പശ്ചാത്തലത്തിലായിരുന്നു ട്രംപിന്റെ ഭീഷണി.